ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ 3-ലെ കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കിയാലോ നമുക്ക്. ആഗോള ഭിന്നശേഷി ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഡിസംബർ 3-നാണ് അല്ലേ? അപ്പൊ ഡിസംബർ 3-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആഗോള ഭിന്നശേഷി ദിനമാണ്. 2025 തീം എന്ന് പറയുന്നത് സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷിയെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ പരിപോഷിപ്പിക്കുക. എന്താണ്? സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷിയെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ആഗോള ഭിന്നശേഷി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണ് അരിതമാൻ. അടുത്ത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണ് എന്തെന്ന് പറയുന്നത്? അരിതമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച്. എന്താണ്? നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയുള്ള സർപ്പിൾ ആകൃതിയിലുള്ള കൂറ്റൻ താരാപഥത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നൽകിയ പേരാണ് അളകനന്ദ. നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയുള്ള സർപ്പിൾ ആകൃതിയിലുള്ള കൂറ്റൻ താരാപഥത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നൽകിയ പേരാണ് എന്തെന്ന് പറയുന്നത്? അളകനന്ദ. ചൊവ്വയിൽ പണ്ട് ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി അടുത്തിടെ ഗവേഷകർ വിശദമായി ഭൂപടം തയ്യാറാക്കിയ പുരാതന നദീതട വ്യവസ്ഥയാണ് പരാനാവാലസ് എന്ന് പറയുന്നത്. എന്താണ്? പുരാതന നദീതട വ്യവസ്ഥയാണ് പരാനാവാലസ്. അതായത് ചൊവ്വയിൽ പണ്ട് ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി അടുത്തിടെ ഗവേഷകർ വിശദമായ ഭൂപടം തയ്യാറാക്കിയ പുരാതന നദീതട വ്യവസ്ഥയാണ് പരാനാവാലസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാം. ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ മയക്കുമരുന്ന് കടത്തിന് എതിരെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ് എന്ന് പറയുന്നത്. എന്താണ്? ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ് എന്ന് പറയുന്നത് എന്താണ്? ഡൽഹി പോലീസും പിന്നെന്താണ്? നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ മയക്കുമരുന്ന് കടത്തിന് എതിരെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ആഗോള ഭിന്നശേഷി ദിനം എന്നാണ്? ഡിസംബർ 3-നാണ്. എന്തായിരുന്നു 2025-ലെ തീം? സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷിയെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ പരിപോഷിപ്പിക്കുക. ഇനി എന്താണ് അരിതമാൻ എന്ന് പറയുന്നത്? അടുത്തിടെ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണ് അരിതമാൻ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അളകനന്ദ? നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയുള്ള സർപ്പിൾ ആകൃതിയിലുള്ള കൂറ്റൻ താരാപഥത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നൽകിയ പേരാണ് അളകനന്ദ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പരാനാവാലസ് എന്ന് വെച്ചാൽ എന്താണ്? പുരാതന നദീതട വ്യവസ്ഥയാണ്. എന്താ പ്രത്യേകത? ചൊവ്വയിൽ പണ്ട് ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി അടുത്തിടെ ഗവേഷകർ വിശദമായ ഭൂപടം തയ്യാറാക്കിയ പുരാതന നദീതട വ്യവസ്ഥയാണ് പരാനാവാലസ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഇനി ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ മയക്കുമരുന്ന് കടത്തിന് എതിരെയുള്ള ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ് ആണ്. കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കാം നമുക്ക്. ശിവഗിരി മഠത്തിന്റെ എന്താണ്? ശിവഗിരി മഠത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മഹാസമ്മേളനം നടന്നത് മംഗലാപുരമാണ്. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മഹാസമ്മേളനം നടന്നത് മംഗലാപുരം. ഓക്കെ, അപ്പൊ എന്തിനെയാണ്? ശിവഗിരി മഠത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായിട്ട് മഹാസമ്മേളനം നടന്നതാണ് എവിടെ? മംഗലാപുരം എന്ന് പറയുന്നത്. 2025 ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടി വേദി എവിടെയാണ്? ഇന്ത്യയാണ് അല്ലെ. 2025 ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസർ മോഹിത്
ശർമ്മയാണ്. എന്താണ് പറയുന്നത്? 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസർ. എന്താണ്? 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസർ എന്ന് പറയുന്നത് മോഹിത് ശർമ്മയാണ്. ആരാണ്? മോഹിത് ശർമ്മ. 2025 ഡിസംബറിൽ 175 വർഷത്തിന് ശേഷം, ഇങ്ങനെ 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ വംശനാശം സംഭവിച്ചെന്ന് കരുതുന്ന അപൂർവ പരാത സസ്യമാണ് കാംബെല്ലിയ ഓറൻടിയാക്ക. എന്താണ് കാംബെല്ലിയ ഓറൻടിയാക്ക എന്ന് പറയുന്നത്? അപൂർവ പരാത സസ്യമാണ്. അതായത് 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ അപൂർവ പരാത സസ്യമാണ് കാംബെല്ലിയ ഓറൻടിയാക്ക എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്തത്, ബീഹാർ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രേംകുമാറിനെയാണ്. ആരാണ് ബീഹാർ നിയമസഭാ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? പ്രേംകുമാറിനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മഹാസമ്മേളനം നടന്നത് മംഗലാപുരമാണ്. 2025 ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടി വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയാണ്. ഇനി 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസർ എന്ന് പറയുന്നത് മോഹിത് ശർമ്മയാണ്. 2025 ഡിസംബറിൽ 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ അപൂർവ പരാത സസ്യം കാംബെല്ലിയ ഓറൻടിയാക്കയാണ്. ബീഹാർ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? പ്രേംകുമാറിനെയാണ്. ഓക്കെ. ഇനി അടുത്തത്, 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്റർ എന്ന് പറയുന്നത് റോബിൻ സ്മിത്ത് ആണ്. എന്താണ്? 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്റർ എന്ന് പറയുന്നത് 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്റർ ആണ് ആരെന്ന് പറയുന്നത്? റോബിൻ സ്മിത്ത് എന്ന് പറയുന്നത്. 2025 ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ വരയൂർ കോട്ടൺ സാരി. എന്താണ്? വരയൂർ കോട്ടൺ സാരി. അതുപോലെ എന്താണ്? പിന്നെന്താണ്? വരയൂർ കോട്ടൺ സാരി ഉണ്ട്. അതുപോലെ പിന്നെന്തുണ്ട്? അംബാസമുദ്രം കളിപ്പാട്ടം. എന്താണ്? വരയൂർ കോട്ടൺ സാരി. ഇതെന്താണ്? 2025 ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നും, എന്താണ്? 2025 ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇത്? എന്താണ് ഉൾപ്പെടുന്നത്? ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. വരയൂർ എന്താണ്? കോട്ടൺ സാരിയാണ്. അതുപോലെ അംബാസമുദ്രം കളിപ്പാട്ടമാണ്. പിന്നെന്താണ്? കാവിന്തപ്പാടി നാട്ടുശർക്കര. ഓക്കെ, അപ്പോ കാവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ മക്കൾ പാത്രങ്ങൾ, തൂയമല്ലി അരി. പിന്നെന്താണ്? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. വരയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം കളിപ്പാട്ടം, കാവിന്തപ്പാടി നാട്ടുശർക്കര. പിന്നെന്താണ്? പിന്നെ നാമക്കൽ മക്കൾ പാത്രങ്ങൾ, തൂയമല്ലി അരി. അപ്പൊ എന്തൊക്കെയാണ്? വരയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം കളിപ്പാട്ടം, കാവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ മക്കൾ പാത്രങ്ങൾ, പിന്നെ തൂയമല്ലി അരി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനുണ്ടായിട്ടുള്ളത്, നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ശരി, താങ്ക് യു.